ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു മൈ ചാനൽ അശ്വതി സ്ട്രീം വിത്ത് നിധി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു റിപ്പോർട്ടിംഗ് വീഡിയോയാണ്. നിങ്ങൾക്കൊക്കെ സുപരിചിതമായിട്ടുള്ളൊരു പ്ലാന്റാണ് റെഡ് പാം. ഇപ്പോൾ റെഡ് പാം വളരെ ചെറിയൊരു തൈ ഞാനൊരു 4 വർഷം മുന്നേ മേടിച്ചിട്ടുള്ളതായിരുന്നു. അതിപ്പോൾ അന്ന് മേടിച്ചുകൊണ്ട് വന്നപ്പം ഒരടിയോളം മാത്രം പൊക്കമുള്ളൊരു തൈയായിരുന്നു. പിന്നെ ഞാനത് റിപ്പോർട്ട് ചെയ്ത് ഇപ്പം വലിയൊരു തൈ ആയിട്ടുണ്ട്. ഇപ്പോഴും ആ ചട്ടിയിൽ നിന്ന് മാറ്റി മറ്റൊരു ചട്ടിയിലോട്ട് വയ്ക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പം നമുക്കതൊന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് കണ്ടിട്ട് വരാം. അപ്പം ചട്ടീൻ്റെ ചുവട്ടിൽ നന്നായിട്ട് നമ്മൾ ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മാവിൻ്റെ കരിയിലയാണ്, ഇവിടെ തന്നെയുള്ള എൻ്റെ മാവിൻ്റെ തന്നെ കരിയില ആണിത്. അതിനെ ഒടിച്ചിട്ട് കൊടുക്കുകയാണ്. ഒടിച്ചിട്ടിട്ട് നമുക്ക് അല്പം മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ചെടിയെടുത്ത് ഇതിലോട്ട് വയ്ക്കാം. ചെടി എടുക്കുന്നത് ഇച്ചിരി ടാസ്ക്കാണ്. ഞാൻ 2 ദിവസമായിട്ടൊക്കെ ഒന്ന് പണിഞ്ഞ് വെച്ചിരിക്കുവാണ് ചെടിയെ. ഇപ്പം ഞാൻ കരിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അമക്കി കൊടുക്കാമേ. ആക്കിയിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ച് മണ്ണ് മാത്രമേ ഇടുന്നുള്ളൂ, കാരണം നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ്. അതിൻ്റെ ചട്ടിയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല മണ്ണുണ്ട്. ഞാൻ കുറേ മണ്ണ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിത് പൊക്കിയെടുക്കാനായിട്ട് പോവുകയാണ്. ഈ ചട്ടിയിൽ നിന്ന് ചെടി അടർത്തിയിട്ടുണ്ട്. വേരെല്ലാം കണ്ടിട്ടുണ്ടല്ലോ, വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതാണ്. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു വട്ടാണെന്ന് ചോദിക്കേ, പക്ഷേ ഇതൊരു ചെറിയ വട്ടാണ്. ഇത് ഞാൻ എൻജോയ് ചെയ്യുന്നൊരു വട്ടാണേ. നമുക്ക് നമ്മുടെ പ്ലാന്റൊക്കെ എപ്പോഴും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കണ്ടീഷൻ ഇരിക്കണം എന്ന് തോന്നുന്നതൊരു വട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും തോന്നും ആ ചട്ടി മാറ്റേണ്ട കാര്യമുണ്ട്. ഇച്ചിരി വലിയ ചട്ടിയിലോട്ടാണ് ഞാൻ മാറ്റിയിരിക്കുന്നത്. ഇനി നമുക്കതിൽ വളമിട്ട് കൊടുക്കാമേ. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് മണ്ണുണ്ട്. മണ്ണ് ഞാൻ ഇളക്കി കളഞ്ഞില്ല. ചെടിയിലുണ്ടായിരുന്ന മണ്ണ് ഇളക്കി കളയാൻ എനിക്ക് പേടി, കാരണം ഇതങ്ങ് പട്ടുപോയാലോ. ചെടി വളരെ ചെറിയൊരു ചെടിയായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ. വെറും 1 അടിയോളം പൊക്കം മാത്രമുള്ളൊരു ചെടിയാണ്. ഇതിപ്പം 4 വർഷമായി നല്ല കെയറൊക്കെ കൊടുത്ത് നല്ല ആരോഗ്യമായിട്ടിരിക്കുകയാണ്. ഞാനിതിന് വളമായിട്ട് കൊടുക്കുന്നത് എല്ലുപൊടിയും ചാണകപ്പൊടി പിന്നെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്കുമൊക്കെ ചേർത്തിട്ടുള്ളൊരു മിക്സാണ് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇനി മണ്ണില്ല ഇതിൻ്റെ അകത്ത്, വെറും വളം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഫില്ല് ചെയ്യണം. ഇതിൻ്റെ ഹോള് കൊണ്ട് ഇടയ്ക്കുള്ള ഹോളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത്ര മതിയാവും. നമ്മുടെ ഫ്രണ്ടിൽ വീടിൻ്റെ മുൻവശത്ത് 2 സൈഡിലും നമ്മുടെ എൻട്രിയുടെ 2 സൈഡിലുമായിട്ട് വെക്കാൻ പറ്റിയൊരു പ്ലാന്റാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീല് തരുന്നൊരു പ്ലാന്റാണ്. എനിക്കിത് വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാമേ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചൊരു പ്ലാന്റ് തന്നെയാണിത്. അപ്പോൾ ഞാൻ എല്ലായിടും ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ 2 പ്ലാന്റാണുള്ളത്. രണ്ടും വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു. പക്ഷേ എങ്കിൽ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നെങ്കിൽ അതിൻ്റെ പോട്ട് അങ്ങ് ചെറുതായിട്ട് ഇതങ്ങ് പ്ലാന്റ് അങ്ങ് വളരെ അങ്ങ് കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ തിങ്ങി ഞെരുങ്ങി നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. അത് കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. വളമൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റാണ്ട്. ഞാൻ ഇച്ചിരി മണ്ണൊക്കെ ഇളക്കി അടിയിൽ നിന്ന് മാറ്റണമെന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഒരു ടെൻഷൻ, ഇതിൻ്റെ വേര് പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യും. പിന്നെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഈ ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇപ്പം ഭയങ്കര വെയിലായതുകൊണ്ട് ഇലകളൊക്കെ അല്പം ഉണങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വാട്ടറും വെള്ളമൊക്കെ കൊടുക്കുന്ന ചെടിയാണ്. പക്ഷേ എങ്കിൽ പെട്ടെന്ന് ഈ ഉണക്ക സീസൺ ആയതുകൊണ്ടായിരിക്കണം ഇലയൊക്കെ ഉണങ്ങി നിൽക്കുന്നത്. അടുത്ത പ്ലാന്റ് ഞാൻ പൊക്കിയിട്ടുണ്ട്. ഇതിലോട്ട് വയ്ക്കുകയാണ്. രണ്ട് പ്ലാന്റ് വളരെ സക്സസ് ആയിട്ട് തന്നെ നമ്മൾ പോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പോട്ടിംഗ് മിക്സും കൂടി ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ വളമാണ് ഇട്ട് കൊടുക്കുന്ന പോട്ടിംഗ് മിക്സായിട്ട് കൊടുക്കുന്നത്. എൻ്റെ ഇലകളൊക്കെ കരിഞ്ഞ ഇലകളൊക്കെ ചുവട്ടിൽ നിന്ന് മാറ്റി കൊടുക്കണേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പ്ലാന്റ്സ് 2 ഞാൻ നന്നായിട്ട് പോട്ട് ചെയ്തിട്ടുണ്ട്. പോട്ടിംഗ് മിക്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലതായിട്ടൊന്ന് തന്നെയാണ് പോട്ട് ചെയ്തിട്ടുള്ളത്. ആവശ്യത്തിന് ഫെർട്ടിലൈസറും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ, നമ്മുടെ റെഡ് പാം ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇപ്പോൾ എന്നേക്കാളും പൊക്കമായിട്ടുണ്ട് കേട്ടോ. റെഡ് പാം വെറും 1 അടി ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഏകദേശം 6 അടി പൊക്കത്തോളം ഉണ്ട്. എന്നേക്കാളും പൊക്കമുണ്ട്. എനിക്ക് 5 അടി സംതിങ് അങ്ങനെയാണ് എൻ്റെ പൊക്കം. കറക്റ്റൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറ്റുള്ള ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. മറ്റൊരു മനോഹരമായൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഹാവ് എ നൈസ് ഡേ ടു ആൾ. ഗുഡ് ബൈ.